സാർ, കേരളത്തിൽ വീണ്ടും ശൈശവ വിവാഹം, അതായത് അടുപ്പിച്ചിപ്പോൾ ഒരു കുറച്ച് ശൈശവ വിവാഹങ്ങളുടെ ഒരു ട്രെൻഡല്ലേ ഇപ്പോൾ കാണുന്നത്? ഈ ട്രെൻഡ് അല്ലെങ്കിൽ പോലും കേരളത്തിൽ പണ്ടും കൊണ്ട് ഇപ്പോഴും ഒക്കെ ശൈശവ വിവാഹമൊക്കെ നടക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ഒരു ശൈശവ വിവാഹ കേസുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ MP അങ്ങാരൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്നു, ഈ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു, ഇറിഗേഷൻ്റെയൊക്കെ. ആ കാലത്ത് അദ്ദേഹം പൈപ്പ് എടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പൈപ്പ് ഗംഗാരൻ എന്നും കൂടി വിളിച്ചിരുന്നു, അഴിമതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് 18 വയസ്സ് തികയാതെ ആ മകളുടെ വിവാഹം കഴിച്ചു എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് വരികയും നവാബ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ അത് കേസാക്കുകയും ആ കേസിൻ്റെ പേരിൽ അയാൾക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലവും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് ഓർത്തതാണ്. കാരണം അങ്ങനെ വിവാഹം നടത്താൻ പാടില്ല എന്നുണ്ട്. എന്നാൽ മറ്റൊരു ശൈശവ വിവാഹത്തെക്കുറിച്ച് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രജ്ഞ പട്ടേൽ എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യക്കാരി ഈ മട്ടാഞ്ചേരിയിലെ ഒരു മുസ്ലിം യുവാവുമായിട്ട് വിവാഹം കഴിച്ചു. അപ്പോൾ പ്രജ്ഞ പട്ടേലിൻ്റെ അച്ഛനും അമ്മയും കൂടി കേസ് കൊടുത്ത് അവർക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്ന്. കേസ് കേട്ടത് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയുടെ ബെഞ്ചാണ്. അപ്പോൾ ഏജിൽ പ്രായപൂർത്തി ആയിട്ടില്ല. പക്ഷേ സുബ്രഹ്മണ്യം പോറ്റി വിചിത്രമായൊരു വിധിന്യായം പറഞ്ഞു. ദ മെച്യൂരിറ്റി ഓഫ് എ പേഴ്സൺ ഈസ് മാർക്ക്ഡ് ബൈ ദ കൺസിസ്റ്റൻസി ഇൻ ക്യാരക്ടർ ആൻഡ് ഷീ ഈസ് കൺസിസ്റ്റൻറ്റ് ഇൻ ഹെർ ക്യാരക്ടർ, ഹെൻസ് ഷീ ഈസ് മെച്യൂർഡ് എന്ന് പറഞ്ഞിട്ട് ആ വിധി പറഞ്ഞ് പോക്സോ കേസ്, അന്ന് പോക്സോ വന്നിട്ടില്ല, പക്ഷേ ഈ ശൈശവ വിവാഹ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. അന്ന് ഞാൻ പത്രപ്രവർത്തകനായിരുന്ന കാരണം ഞാനിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നിത് പോറ്റി ആയതുകൊണ്ട്, പോറ്റി വിപ്ലവകാരിയായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പോറ്റി ആയതുകൊണ്ട് ഇത് മഹത്തായ വിപ്ലവമാണെന്ന് അന്ന് കേരളം കൊണ്ടാടിയതുമാണ്. കാരണം ഈ വധു മുസ്ലിമും വധു ഹിന്ദുവും വരൻ മുസ്ലിമും ആയതിൻ്റെ പേരിലാണ് പിന്നീട് ആ കുടുംബം തകർന്ന് അവർ ഉടം വിട്ടു പോവുകയും ചെയ്തു. ഇതാണ് പ്രജ്ഞ പട്ടേൽ കേസ് എന്ന് പറയുന്ന കേസ്. അപ്പോൾ അടുത്തിടയ്ക്ക് തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു വിവാഹം നടന്നിരുന്നു. അപ്പോഴാണ് ഇനിയിപ്പോൾ അതിന് ഞാൻ പെട്ടെന്ന് നിങ്ങളിത് പറഞ്ഞപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. ഇതൊക്കെ വിഖ്യാതമായ 2 സംഭവങ്ങളാണ്. പക്ഷെ അന്നും ഇന്നും ഒക്കെ എന്ന് വെച്ചാൽ വിവാഹം 18 വയസ്സ് തികഞ്ഞിരിക്കണം പെൺകുട്ടിക്ക് എന്നുള്ള കാര്യം നിർബന്ധമായതുകൊണ്ട് അത് തികയാത്ത വിവാഹങ്ങൾ സാധാരണഗതിയിൽ മതസംഘടനകൾ നടത്തി കൊടുക്കാറില്ല. ഇത് മഹല് കമ്മിറ്റിയാണ്. ഇപ്പോൾ ഇത് സമുദായ കരയോഗങ്ങളാണല്ലോ സാധാരണ വിവാഹം നടത്തുന്ന ഒരു വിവാഹ ചീട്ടൊക്കെ കൊടുക്കുന്നവരാണ്. അപ്പോൾ അവരിത് നോക്കും. ഇത് നോക്കി ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കിയിട്ട് കരയോഗത്തിൻ്റെ സംഘടന ഇതിന് അംഗീകാരം കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് അവരും പ്രതിയാവില്ല, അവർ ചെയ്യാറില്ല സാധാരണഗതിയിൽ. ഇതിൻ്റെ ബേസിക് റെക്കോർഡ് ഹോസ്പിറ്റൽ റെക്കോർഡാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രസവത്തിൻ്റെ കാര്യം അപ്പോൾ തന്നെ ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യും. ഈ ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത കാര്യം നമുക്ക് സർട്ടിഫിക്കറ്റായിട്ട് അവിടെ നിന്ന് തരും. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോയി കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ കൊടുത്തു കഴിഞ്ഞാലാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ കുട്ടിയുടെ പ്രായം കൊണ്ട് കുട്ടിയെ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. അപ്പോൾ ശരിക്കും ഓതൻറ്റിക് റെക്കോർഡെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ബേസിക് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ്. ആ രജിസ്റ്ററിൽ ഈ കുട്ടിക്ക് 16 വയസ്സോ മറ്റോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. മൊണാലിസയ്ക്ക് 18 ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ രജിസ്റ്റർ അല്ല ആധാർ കാർഡ്. ആധാർ കാർഡ് ഏജിന് ഒരു പ്രൂഫല്ല, പേഴ്സണൽ ഐഡൻറ്റിറ്റിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് വേറെ ഒരു കാര്യവും നമുക്കൊരു രേഖ ഓതൻറ്റിക് റെക്കോർഡായിട്ട് പറയാൻ പറ്റില്ല. കാരണം അതങ്ങനെ ഒന്നും വെരിഫൈ ചെയ്തിട്ടല്ല ഇത് കൊടുക്കുന്നത്. ആധാറിൽ നമ്മളെ എന്ന് പറയണില്ല. നമ്മളെ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ റെക്കോർഡ്സ് ഒന്നും ആരും വെരിഫൈ ചെയ്യുന്നില്ല. അവിടെ ഇരിക്കുന്ന കക്ഷികൾ ഇത് വെരിഫൈ ചെയ്യാൻ അർഹരുമല്ല. നമ്മൾ പോയിട്ട് അക്ഷയയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അക്ഷയയിൽ പോയിട്ട് നമ്മളിത് പറയുന്ന സമയത്ത് അക്ഷയക്കാർക്ക് ഒന്നും വെരിഫൈ ചെയ്യാനുള്ളതൊന്നുമില്ല. അവരിത് എടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആധാർ ഒരിക്കലും ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള രേഖയല്ല. പക്ഷേ വിചിത്രം എന്ന് പറയട്ടെ,
ഈ മൊണാലിസ സംഭവം വന്ന സമയത്ത് പ്രബുദ്ധ കേരളം ആധാർ ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള രേഖയായിട്ട് കൂടി പരിഗണിക്കണമെന്ന് വാദിച്ചു. അതിൻ്റെ കാരണം ഈ പെൺകുട്ടി ഇത് മുസ്ലിമും അല്ല ഹിന്ദുവാണ്, അത് മറ്റെങ്കിലും മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് നമുക്ക് സെക്കുലറിസം സ്ഥാപിക്കാൻ ഇതാണുള്ളൊരു മാർഗം എന്നെല്ലാവരും കൂടി കരുതുകയും സെക്കുലറിസ്റ്റുകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തതാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് ഈ കേസ് വന്നിരിക്കുന്നത്? കാസർഗോഡ് എവിടെ നിന്ന്? കാസർഗോഡ് നമുക്ക് അഴീക്കലടുത്തുള്ള ഇടഞ്ചാക്കലിലാണ് ഇത് വന്നിരിക്കുന്നത്. അത് അവിടുത്തെ തന്നെ ഈ വിവാഹം നടക്കുന്ന സമയത്ത് അവിടുത്തെ വാർഡ് മെമ്പർ കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം. വാർഡ് മെമ്പർ DCC പ്രസിഡന്റ് സഹോദരനാണ്. അപ്പോൾ ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരു വാർഡ് മെമ്പർ ആയാലും ഇതൊക്കെ പൊതു സമൂഹത്തിൽ അങ്ങനെയല്ല. അത് ഇപ്പം അതിനകത്ത് കേൾക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വധുവിൻ്റെ സ്ഥലത്ത് വെച്ചാണ് സത്യത്തിൽ വിവാഹം നടക്കേണ്ടത്, വരൻ്റെ അടുത്ത് വെച്ചിട്ടല്ല. മുസ്ലിം വിവാഹവും സാധാരണഗതിയിൽ നടക്കാറുള്ളത് വരൻ്റെ വീട്ടുകാർ വധുവിൻ്റെ അവിടെ പോയിട്ട് വധുവിൻ്റെ അവിടുത്തെ മഹലിൽ ഇരുന്നിട്ടാണല്ലോ ഇത് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലാതെ അവരിങ്ങോട്ട് വരെയില്ല. അപ്പോൾ അങ്ങനെ ഇവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് രണ്ട് പള്ളിയിലും വെച്ച് നടത്താം. പക്ഷേ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വധുവിൻ്റെ പള്ളിയിലേക്ക് വരൻ്റെ ആൾക്കാർ പോവുകയും അവിടെ ഇരുന്ന് നിക്കാഹ് കഴിക്കുക, അത് നിക്കാഹ് എന്നാണ്, നിക്കാഹ് കഴിക്കുക. അതിനുശേഷം പുറത്ത് വന്നതിന് ശേഷം സദ്യ ബിരിയാണിയും കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ഇവരവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വധുവിൻ്റെ പള്ളിയിൽ ചെന്നപ്പോൾ അവർ നടത്തി കൊടുക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു ഇത് പറ്റില്ല, ഈ പെൺകുട്ടിക്ക് 16 വയസ്സായിട്ടുള്ളൂ, 16 വയസ്സുള്ള ഈ പെൺകുട്ടിയെ ഇവിടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികളാകും, അതുകൊണ്ട് ഞങ്ങൾ തയ്യാറാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ നേരെ ഇത് വരൻ്റെ പള്ളിയിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ പുരോഹിതനും ഇതിൽ പ്രതിയല്ലേ? പുരോഹിതൻ ഉറപ്പായിട്ട് പ്രതിയാണ് ഇതിനകത്ത്. എന്ന് മാത്രവുമല്ല, ഇത് ഇയാൾ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. പഞ്ചായത്ത് മെമ്പറാണ്. ആ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അവർക്കറിയില്ലായിരുന്നു എന്നാ പറയണ. അവർക്കറിയില്ലായിരുന്നു. പിന്നെ ആർക്കാ അറിയേണ്ടത്? കാരണം ഒരു വാർഡ് മെമ്പറിന് എന്തായാലും ഇതറിയും, അല്ലെങ്കിൽ മഹൽ കമ്മിറ്റിയിൽ അല്ല ഇത് ആരായാലും ചോദിക്കണ്ടേ? ഇപ്പോഴത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മറ്റേ ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണ്ടേ? 16 വയസ്സെന്ന് പറയുമ്പോൾ SLC കഴിഞ്ഞൊരു കുട്ടിയായിരിക്കും. അതെ, പള്ളിയിൽ വെച്ച് ഇത് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഡോക്യുമെന്റ് പരിശോധിക്കണം. ഡോക്യുമെന്റ് പരിശോധിക്കാതെ പറ്റില്ല. അല്ലാതെ എങ്ങനെയാണ് പരിശോധിക്കാൻ പറ്റുക? ഡോക്യുമെന്റ് പരിശോധിക്കണ്ടേ? ആ ഡോക്യുമെന്റ് പരിശോധിക്കാതെ ഇവർ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കെ. അപ്പം മനഃപൂർവ്വം ചെയ്തതാണ്, ബോധപൂർവമാണിത്. വധുവിൻ്റെ പള്ളിയിൽ വെച്ച് നടന്നിരുന്നെങ്കിൽ അവരവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് ഞങ്ങൾക്കിത് സാധ്യമല്ല, കാരണം ഞങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികളാക്കപ്പെടും, ഇത് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ഇവിടെ നടക്കില്ല നിങ്ങളെന്ന് പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് അവരെ കബളിപ്പിച്ച് ഇതെല്ലാം മേടിച്ച് വരൻ്റെ പള്ളിയിൽ പോയിട്ട് അവർ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ബോധപൂർവം നടത്തിയതാണ്, ബോധപൂർവം നടത്തിയതാണ്, വിൽഫുൾ ആക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറ്റം എന്ന നിലയ്ക്ക് ഞാനത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വിൽഫുൾ ആക്ഷനാണ്. ആ വിൽഫുൾ ആക്ഷൻ വന്ന് അതിനകത്ത് ഇവർ പ്രതികളാക്കപ്പെടുക സ്വാഭാവികമാണ്. നിലവിൽ ഇപ്പം 4 പേര് പ്രതികളുമാണ്. 4 പേര് പ്രതികളാണ്. അപ്പോൾ അതിൽ ഇത് മാത്രമല്ല, ആ CCTV ദൃശ്യങ്ങൾ മുഴുവൻ മായ്ച്ചു. അപ്പോൾ ഇവരെ അറിഞ്ഞുകൊണ്ട് അല്ല, അപ്പോൾ ഒരു കാര്യത്തിൽ കൂടി പ്രതിയായി, തെളിവ് നശിപ്പിച്ച കാര്യത്തിൽ കൂടി. കുറ്റകൃത്യം നിർവഹിച്ചു, അത് തെളിവ് നശിപ്പിച്ചു, ആ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു ശബ്ദം കേട്ടതെന്ന് വെച്ചാൽ, ഒരു ബൈറ്റ് കണ്ടതെന്താണെന്ന് വെച്ചാൽ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെ അറിയാതിരിക്കുന്നത്? വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണ്ടേ? ഇവിടുത്തെ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം. അത് ഇപ്പം നിർബന്ധമാണത്. നിയമപരമായിട്ട് നമ്മൾ ഏത് സ്ഥലത്താണ് അവിടെ പോയി രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ കരുതുന്ന കോർപ്പറേഷനിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് കോർപ്പറേഷനിൽ നമ്മൾ കൊണ്ടേ കൊടുത്ത് ഇവർ വധുവിനെയും വരനെയും അവിടെ ഹാജരാക്കി രേഖകളൊക്കെ പരിശോധിക്കും. അവിടെ ഈ അമ്പലത്തിൽ വെക്കുകയാണെങ്കിൽ ശരിയാണ്, അമ്പലക്കാർ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ അവർ രേഖകൾ മുഴുവൻ പരിശോധിക്കും. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ തരുള്ളൂ. നേരത്തെ മുൻകൂട്ടി പറയണം, അല്ലാണ്ട് അപ്പം ചെന്നാൽ നടത്തി തരില്ല. അപ്പം ചെന്നാൽ നടത്തി കൊടുക്കുന്ന ഒരു ക്ഷേത്രമുള്ളത് തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പേരെന്തോ പറഞ്ഞു. അവിടെ ആരെങ്കിലും വഴിയെ പോകുന്ന 2 പേർക്ക് ഇപ്പോൾ കല്യാണം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ മതി. അവരപ്പം തന്നെ കല്യാണം കഴിച്ച് മതേതരത്വം
മതേതര സെക്കുലറിസമൊക്കെ സ്ഥാപിച്ച് ജനാധിപത്യത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിച്ച് അപ്പം തന്നെ വിടുമെന്നാണ് പറയുന്നത്. പിന്നെ പെൺകുട്ടിയെ കാണാനില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം അതിനും കാരണങ്ങളുണ്ടാവും. അപ്പോഴും അതിനും കാരണങ്ങളുണ്ടാകും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുള്ളത്, നിലവിലുള്ള നിയമം ലംഘിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിൽ അധികാരം ഉപയോഗിച്ചുകൂടി ചെയ്തേക്കാണ്. കാരണം DCC പ്രസിഡൻറ്റിൻ്റെ സഹോദരനാണ്. അപ്പോൾ ആ DCC പ്രസിഡൻറ്റിൻ്റെ സഹോദരനായതുകൊണ്ട് പോലീസ് കേസെടുത്തില്ല. ഇത് എന്നിട്ട് കോൺഗ്രസ്സുകാർ പറയണതെന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, മാർക്സിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നാണ്. അത് തെറ്റാണല്ലോ ഈ കാര്യത്തിൽ. മാർക്സിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ DCC പ്രസിഡൻറ്റിൻ്റെ സഹോദരനെ അപ്പം അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? അങ്ങനെയല്ല. DCC പ്രസിഡൻറ്റിൻ്റെ വേണ്ടി കൂടി കാസർഗോട്ടെ പോലീസ് പ്രവർത്തിച്ചു. ഇതില്ലാതെ അവസാനം പിന്നെ ഇത് ശിശുക്ഷേമ സമിതിക്കാർ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി നിർദ്ദേശിച്ചിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇവരെ പ്രതികളാക്കിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്ത് നടക്കുന്നൊരു കാര്യമാണ്. കോടതി പോയി, കോടതി നിർദ്ദേശിച്ച്, കോടതി വെരിഫൈ ചെയ്ത്, കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോൾ പറഞ്ഞ് അറസ്റ്റ് നടപടി എടുക്കണമെന്ന് പറഞ്ഞ് അപ്പോഴാണ് പോലീസ് അനങ്ങുന്നത്. അതുവരെ പോലീസ് അനങ്ങുന്നില്ല. 16 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് കഷ്ടി 10ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഓടി നടക്കുന്ന ഒരു കുട്ടിയായിരിക്കില്ലേ അത്. അതിനെ പിടിച്ച് അപ്പോൾ അതിനകത്ത് വീട്ടുകാർ പ്രതികളാവും, അച്ഛനും അമ്മയും പ്രതികളാണ്. അപ്പുറം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മയും പ്രതിയാണ്. കാരണം ഉമ്മ പറയണ കല്യാണത്തിന് പങ്കെടുത്ത അത്ര ആളുകളുണ്ട്, അവരും പ്രതികളാണ്. അവർക്ക് പ്രായം അറിയാവുന്നുണ്ടെങ്കിൽ അതറിയാവുന്നതുകൊണ്ടായിരിക്കും വീഡിയോ ഇപ്പോൾ കട്ട് ചെയ്ത്. അല്ല, വീഡിയോ കട്ട് ചെയ്യുന്നില്ല, CCTV കട്ട് ചെയ്ത്, അതിൻ്റെ ഫോട്ടോഗ്രാഫ് കട്ട് ചെയ്ത്. പക്ഷെ ഇതൊക്കെ കട്ട് ചെയ്താൽ നടന്നു എന്നുള്ളത് മഹല്ല രേഖയുണ്ടല്ല, മഹല്ല രേഖയും കൂടി മാറ്റേണ്ടി വരില്ലേ? ആളുകൾ ഇത്രയും പേര് അവിടെ പങ്കെടുത്തേക്കണവരല്ലേ കല്യാണത്തിന്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പേര് ഒരുമിച്ച് പോയി കോടതിയിൽ കളവ് പറയണം, കള്ളസാക്ഷി പറയണം. അല്ല, അങ്ങനെ പറയില്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയണം, അങ്ങനെ പറയിപ്പിക്കാൻ ഇവർക്ക് കഴിവുണ്ടാകും. പക്ഷേ ഇതൊക്കെ കാണിക്കുന്നൊരു കാര്യമുണ്ട്. മതത്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ വിവാഹം നിയമം മൂലം തടഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്ത് ആ നിയമലംഘനത്തിന് കുറേ പേര് കൂട്ടുനിൽക്കുന്നു എന്ന് വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അത് നമ്മുടെ സമൂഹത്തെ ബാധിക്കും. അത് കാരണം ശൈശവ വിവാഹം എന്നേ തടഞ്ഞതാണ്, എന്നേ ഇതില്ല വേണ്ടെന്ന് വെച്ചതാണ്. ഇതൊക്കെ ഒരുതരം പ്രാകൃതമായ ഒരു കാലത്തുണ്ടായിരുന്ന ആചാരങ്ങളല്ലേ. അന്നൊരു പക്ഷേ ഇതൊക്കെ വേണമായിരുന്നിരിക്കണം. ഇതിപ്പോൾ പ്രവാചകൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം ഈ വിവാഹം കഴിച്ച മാന്യൻ പറഞ്ഞിരിക്കുന്ന ന്യായീകരണം. അപ്പോൾ ഉസ്താദ് അത് കേട്ട് വിശ്വസിക്കുകയും ചെയ്തിരിക്കും. കാരണം എന്നാൽ മാത്രമല്ല ഇവർക്ക് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മദ്യപ്പുഴയും ഹൂറികളെയൊക്കെ കിട്ടണം, എല്ലാം കൂടി കിട്ടണം, ആകെ കൂടി എല്ലാം. അപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുക. പിന്നെ എനിക്കൊരു സംശയമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ അവിടെ ചെന്നാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ ഇവിടെ ഇത്രയും ത്യാഗം സഹിച്ച് ജീവിച്ചിരിക്കുന്ന? വേഗം അവിടെ പോയിട്ട് അത് മേടിച്ചാൽ പോരെ. കാരണം ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ആശുപത്രി, രോഗം, ദുരിതം, ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. വേഗം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാം തേനും പാലും ഒഴുകുന്ന ഇത് കിട്ടുന്നു, ആവശ്യത്തിന് മദ്യം കിട്ടുന്നു, ആവശ്യത്തിന് ഹൂറികളെ കിട്ടുന്നു, ആകെ കൂടി കുശാലായ ഒരു ജീവിതം. ആ കുശാലായ ജീവിതം ഇവരെന്താണ് ഇത്രയും വൈകി പോകുന്നതെന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ഇതിനകത്ത് ഉള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പണ്ട് മുതലേ തന്നെ എറണാകുളമൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ ഈ ഇങ്ങനെ ശൈശവ വിവാഹം എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ആയാണ്ട് ഇല്ലാതെ ആയിട്ടുണ്ട്. പെൺകുട്ടികളാണെങ്കിലും പഠിക്കാൻ പോവുകയും അവർ വിദ്യാഭ്യാസം കിട്ടുകയും അതനുസരിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മലബാറിലും അങ്ങനെയൊക്കെ തന്നെയാണ്. മലപ്പുറത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇരിക്കുന്ന സമയത്ത് ഡെപ്യൂട്ടി കളക്ടറുടെ ഇൻ്റർവ്യൂവിന് വന്നൊരു പെൺകുട്ടി, അവർ ഇതാണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഡെപ്യൂട്ടി കളക്ടറുടെ ഇൻ്റർവ്യൂ വന്നേക്കണം, അവർ സിവിൽ സർവീസിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊക്കെ നിങ്ങളുടെ ഒരു ഇതിലൊക്കെ ഇങ്ങനെ വരില്ലേ എന്ന് ചോദിച്ചു, വിവാഹമൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല സാറേ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി വേണം, എനിക്ക് എൻ്റേതായിട്ടൊരു ജോലി വേണം. അങ്ങനെ കരുതുന്ന പെൺകുട്ടികൾ ധാരാളം ഇപ്പം മുസ്ലിം സമുദായത്തിലുണ്ടാകുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സ്ത്രീകൾ അവരുടെ അവകാശത്തെക്കുറിച്ചും
അവർക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. എന്ന് മാത്രവുമല്ല, ഇനിയിപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ ഒന്നും പിടിയിൽ ഇനി അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഈ 33.1% സംവരണം വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളിൽ എല്ലാം കൊടുത്തിട്ട് നിർത്താൻ പറ്റില്ല. അവിടെയും സ്ത്രീ സംവരണ സീറ്റുകൾ വരുമല്ലോ. അപ്പോൾ സ്റ്റേജിലും പെൺകുട്ടികളെ കയറ്റേണ്ടി വരും. സ്റ്റേജിൽ ഉസ്താദിന് ഇഷ്ടമില്ലെങ്കിലും സ്റ്റേജിൽ നല്ല കാര്യമായി പെൺകുട്ടികൾ വന്നിരിക്കും. അവർ MLA യും MP യും മന്ത്രിയും ഒക്കെ ആയിട്ട് വരെയല്ലേ. ചിലപ്പോൾ ആദ്യത്തെ ടൈമിൽ ഭർത്താവ് പറയണതൊക്കെ ഇവർ കേട്ടെന്നിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ പറയണതൊക്കെ കേട്ടെന്നിരിക്കും. രണ്ടാമത്തെ ടൈമിൽ വരുമ്പോഴേക്കും അവരുടെ രീതിയിൽ ഭരിച്ചു കൊടുങ്ങൂലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സംവരണം വരുന്നത് വലിയ മാറ്റം ഉണ്ടാക്കും സമൂഹത്തിൽ. അത്തരം ഒരു സന്ദർഭം വരുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ കുറഞ്ഞു വരും. പക്ഷേ വടക്കേ മലബാറിലും അതുപോലെ മലപ്പുറത്തും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഇത്തരത്തിലുള്ള ശൈശവ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൂടി സൂചനയാണിത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ കക്ഷികൾ അവർ കക്ഷ്യവ്യത്യാസമില്ലാതെ തന്നെ ഒരു സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഭാഗമാക്കി ഇതിനെ കണ്ടുകൊണ്ട് ഇതിൽ ഇടപെടണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം.